ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം അംബയോഗി മൃഗിതാം പരാഭിതാം ത്വാം വിഭിന്ന പരിണാമസുന്ദരീം പുഷ്കലാർത്ത വിഭവാം ഉപാസ്മഹേ സ്ഫോടദർശിത വിചിത്ര വിഭ്രമാം. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 103-ാം ഭാഗം അവതരണം. കുചേലനെ കണ്ടിട്ടില്ലാത്തവർ കണ്ടുകൊള്ളുവിൻ. തലശ്ശേരിയിലെ ചാലിൽ എന്ന ദേശത്ത് മുതുവടത്ത് രാമൻ വൈദ്യരുടെ കുടുംബം താമസിച്ചിരുന്ന ഒരു മാളിക ഉണ്ടായിരുന്നു. വൈദ്യരുടെ പിതാവ് ഒരു വലിയ ദേവീഭക്തനായിരുന്നു. ദീർഘകാലം പൂജയും പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനങ്ങളുമൊക്കെയായി അദ്ദേഹം കഴിഞ്ഞു വന്നിരുന്ന ആ മാളിക ഒരു നാളിൽ ഒരു മുസ്ലിം കുടുംബം വിലയ്ക്ക് വാങ്ങുകയുണ്ടായി. അതിനുശേഷം ആ കുടുംബം അവിടെ സ്ഥിരതാമസമാക്കി. എന്നാൽ അവർക്ക് ഒട്ടേറെ വിഷമങ്ങളും ദുരിതങ്ങളും താമസിയാതെ വന്നു ചേർന്നു. മാത്രവുമല്ല, അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ചില മരണങ്ങളുമുണ്ടായി. അതോടെ ആ മാളികയിൽ തുടർന്നും താമസിക്കുവാൻ അവർക്ക് വലിയ ഭയമായി. ആ സന്ദർഭത്തിൽ കരിമ്പിൽ കണ്ണൻ എന്നയാളും അയാളുടെ ഭാര്യയായ മങ്ങത്തിയും ചേർന്ന് ആ മാളിക അവരിൽ നിന്നും വിലയ്ക്ക് വാങ്ങി. തങ്ങളുടെ 6 കുട്ടികളുമായി അവരവിടെ താമസം തുടങ്ങി. കുറച്ചു ദിവസങ്ങളായപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പലവിധമായ രോഗങ്ങൾ വന്നു ചേർന്നു. ചികിത്സ കൊണ്ടൊന്നും ആ രോഗങ്ങൾ പൂർണ്ണമായും ഭേദമായതുമില്ല. ഒന്ന് മാറുമ്പോൾ വേറൊന്ന്. അങ്ങനെ വളരെ വിഷമിച്ചു വരുന്നതിനിടയിൽ കുട്ടികൾക്ക് രക്താതിസാരം പിടിപെട്ടു. അതേ തുടർന്ന് അവരുടെ മക്കളിൽ ഇളയവരായ 3 കുഞ്ഞുങ്ങൾ അടുത്തടുത്ത നാളുകളിൽ മരണപ്പെടുകയും ചെയ്തു. അതിൽ ദുഃഖാർത്തരായി കഴിഞ്ഞു വന്ന കണ്ണനും മങ്ങത്തിയും ശേഷിച്ച 3 മക്കൾക്കുകൂടി രക്താതിസാരം ബാധിച്ചതോടെ പരിഭ്രാന്തരായി. കേശവൻ, ശേഖരൻ, ലക്ഷ്മി എന്നിങ്ങനെ പേരുള്ള ആ കുട്ടികളെ വളരെ പണം ചിലവഴിച്ച് കണ്ണൻ ചികിത്സിപ്പിച്ചു. പക്ഷേ അതുകൊണ്ട് വലിയ ഫലമൊന്നുമുണ്ടായില്ല. നാളുകൾ കഴിയും തോറും കുട്ടികളുടെ ആരോഗ്യനില തീരെ വഷളായി വന്നുകൊണ്ടിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നിരാശരും ദുഃഖിതരുമായിരിക്കുമ്പോഴാണ്
കണ്ണനും മങ്കത്തിയും ഗുരുദേവൻ തലശ്ശേരിയിൽ എഴുന്നള്ളിയിരിക്കുന്നു എന്ന വാർത്ത കേട്ടത്. ഉടൻ തന്നെ കണ്ണൻ തലശ്ശേരിയിലേക്ക് രോഗബാധയാൽ തളർന്നവശരായി കിടക്കുന്ന കുട്ടികളെയും കൊണ്ട് പോകാനൊരുങ്ങി. പക്ഷേ കുട്ടികളുടെ അവശത കാരണം അതിന് കഴിയാതെ വന്നു. അപ്പോൾ മങ്ങത്തിയെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് ഗുരുദേവൻ വന്ന് വിശ്രമിച്ചിരുന്ന മടയമ്പത്ത് മന്ദൻ റൈറ്ററുടെ ഭവനത്തിലേക്ക് കണ്ണൻ ഓടിയെത്തി. തൃപ്പാദങ്ങളുടെ കാൽക്കൽ വീണ് കണ്ണൻ വ്യസനത്തോടെ തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണർത്തിച്ചു. അനുകമ്പാമൂർത്തിയായ ഗുരുദേവൻ അപ്പോൾ തന്നെ രോഗബാധയേറ്റ് കിടക്കുന്ന കുട്ടികളെ കാണുന്നതിനായി അയാളുടെ വീട്ടിലേക്ക് പുറപ്പെടുകയായി. കുട്ടികൾ തീരെ മെലിഞ്ഞ് എല്ലും തോലും മാത്രമായി തീർന്നിരുന്നു. ചിലർ ഒന്നിച്ചു ചേർന്ന് മൂത്ത കുട്ടിയായ ശേഖരനെ തലയും പുറവും കാലുകളും താങ്ങിപ്പിടിച്ച് ഗുരുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. എല്ലുകൾ ഉന്തിയും കണ്ണുകൾ കുഴിഞ്ഞും തൊലി ചുക്കിച്ചുളിഞ്ഞും ആകെ വികൃത രൂപമായി തീർന്നിരുന്ന ആ കുട്ടിയെ ഒരു നോക്ക് കണ്ടിട്ട് അടുത്തു നിന്നിരുന്നവരോടായി ഗുരുദേവൻ ഫലിത രൂപത്തിൽ പറഞ്ഞു, കുചേലനെ കണ്ടിട്ടില്ലാത്തവർ കണ്ടുകൊള്ളുവിൻ. ഗുരുദേവൻ ശേഖരന്റെ ശിരസിൽ വാത്സല്യത്തോടെ തന്റെ വലതുകരം ചേർത്ത് ഒരു നിമിഷം ധ്യാനത്തിലെന്ന പോലെ നിന്നിട്ട് ഇപ്രകാരം അരുളി ചെയ്തു, കുട്ടികളുടെ സുഖക്കേടൊക്കെ ആചിരേണ ഭേദമായിക്കൊള്ളും. മേലാൽ രോഗബാധകൾ ഒന്നും ഉണ്ടാകയില്ല. അതിനുശേഷം ആ കുട്ടികളെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഉപ്പോട്ടു കാരാണി വൈദ്യരെ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്തൊക്കെ മരുന്നുകളാണ് രോഗികൾക്ക് കൊടുക്കുന്നതെന്നാരാഞ്ഞു. വൈദ്യർ ചികിത്സയുടെ രീതികളും മരുന്നിന്റെ വിവരങ്ങളും അറിയിച്ചു. അപ്പോൾ ഗുരുദേവൻ ഒരു പ്രത്യേക മരുന്നിന്റെ പേര് പറഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുവാൻ കൽപ്പിച്ചു. അപ്രകാരം കാരാണി വൈദ്യൻ ഉടൻ തന്നെ മരുന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തു. ചികിത്സിച്ചു തുടങ്ങി. അതോടെ രോഗത്തിന് ശമനമുണ്ടായി വന്നു. കുറച്ചു ദിവസങ്ങളായപ്പോൾ തന്നെ രോഗം പൂർണ്ണമായും ഭേദപ്പെട്ടു. പിന്നീട് ഗുരുദേവനെ നിത്യവും പൂജിച്ചു വന്ന അവർ വളരെ കാലം നല്ല ആരോഗ്യത്തോടെ ജീവിച്ചു വന്നു. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം. കുചേലനെ കണ്ടിട്ടില്ലാത്തവർ കണ്ടുകൊള്ളുവിൻ. അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.